കായംകുളം കറ്റാനത്തെ 80-കാരിയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. തങ്കമ്മയെ ജീവനോടെയാണ് പ്രതി പ്രകാശൻ കായലിൽ കെട്ടിത്താഴ്ത്തിയത്. തലയ്ക്കടിച്ചു വീഴ്ത്തിയ ശേഷമാണ് പ്രതി സ്വർണം കവർന്നത്. കൈകാലുകൾ ബന്ധിച്ച് പിന്നീട് കായലിൽ തള്ളുകയായിരുന്നു. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ആണ് നമ്മോടൊപ്പം ചേർന്നത്. മനീഷ്, ഈ വാർത്ത പുറംലോകം അറിയുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. ഇന്നാണ് പ്രതിയെ പിടികൂടാനുമായത്. ഇപ്പോൾ ഈ പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണോ ഇത്രയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്? അഞ്ജലി, നേരത്തെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തങ്കമ്മയുടെ മരണകാരണം മുങ്ങി മരണമാണ് എന്ന തരത്തിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും തലയ്ക്ക് പിന്നിലേറ്റ ഒരു ക്ഷതവും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. നിലവിൽ നടത്തിയ ചോദ്യം ചെയ്യലാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത പ്രകാശന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. പ്രകാശനം അന്നേ ദിവസം, അതായത് ഇവരെ കാണാതാകുന്ന അന്നേ ദിവസം രാവിലെ ഇവിടെ എത്തിയിരുന്നു. ഗ്യാസിന് തകരാറുള്ളത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയത്. ഈ പ്രകാശന്റെ ഭാര്യയുടെ അകന്ന ബന്ധുവാണ് തങ്കമ്മ. അങ്ങനെയാണ് ഇവരുടെ പക്കലുള്ള ഈ സ്വർണ്ണ കാര്യങ്ങളൊക്കെ പറ്റിയ ഒരു ധാരണ പ്രകാശന് ഉണ്ടായിരുന്നത്. തുടർന്ന് പ്രകാശൻ ഇവിടെ നിന്ന് മടങ്ങുകയും രാത്രി ഈ തങ്കമ്മയുടെ വീടിന്റെ പിൻഭാഗത്തുള്ള കായൽ വഴി എത്തുകയുമായിരുന്നു. അവിടെ എത്തി വീട് പ്രവേശിച്ച ശേഷം ഇവരെ തലക്കടിച്ച് വീഴ്ത്തിയാണ് ഇയാൾ സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. തങ്കമ്മയുടെ പക്കലുണ്ടായിരുന്ന 6 വളകളും 2 കമ്മലും അടക്കം 6 പവന് സ്വർണ്ണമാണ് ഇയാൾ കവർന്നത്. അതിനുശേഷം തങ്കമ്മ മരിച്ചു എന്ന് കരുതിയ പ്രകാശൻ ഇവരുടെ കൈകാലുകൾ ബന്ധിക്കുകയും ശേഷം തന്റെ വള്ളത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഈ മൃതദേഹം കായലിൽ തള്ളുമ്പോൾ അത് ഉയർന്നു വരാതിരിക്കുന്നതിന് വേണ്ടി കഴുത്തിൽ കല്ലും കെട്ടിയ ശേഷമാണ് ഇയാൾ ഈ കായലിലേക്ക് തള്ളിയത്. പക്ഷേ പിന്നീട് ഈ മൃതദേഹം പിറ്റേ ദിവസം 2 ദിവസത്തിന് ശേഷം കായലിൽ പൊങ്ങുകയാണ് ഉണ്ടായത്. എന്തായാലും ജീവനോടെയാണ് ഇവരെ ഈ കായലിലേക്ക് തള്ളിയത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിയിൽ നിന്നും മൊഴിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കേസിലേക്ക് വഴിവെച്ചത് ഈ പരിചയസമ്പന്നരായ ഒരാളായി തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള പോലീസിന്റെ നിഗമനമായിരുന്നു. അതിന് പ്രകാരം ഈ പരിസര പ്രദേശങ്ങളിലുള്ള യുവാക്കളെ അടക്കം കസ്റ്റഡിയിലെടുത്ത് 6ഓളം പേരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ചോദ്യം ചെയ്ത് വന്നിരുന്നു. ഈ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇന്ന് ഉച്ചയോടെ ഈ പ്രകാശനിലേക്ക് എത്തുന്നതും ഒടുവിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തത്. ശരി മനീഷ്, എന്തായാലും പുറത്തുവരുന്നത് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്.